ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുരുവായൂരിലെ പ്രശസ്തമായ റെസ്റ്റോറന്റ് ബ്രാൻഡായ പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദത്തിന്റെ MD ആയ വേണുമാഷാണ്. ഹായ് മാഷെ. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നല്ല വിശേഷങ്ങൾ, അടിപൊളിയായി പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ പഴയിടം രുചി എന്ന് പറയുന്നത് ഒരു പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡാണ്, ട്രഡീഷണൽ ബ്രാൻഡാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് ഒരു കൺസൾട്ടിങ് അസൈൻമെന്റിലേക്ക് പോകാനായിട്ട് എന്താണ് മാഷിനെ പ്രേരിപ്പിച്ചത്? നമ്മളൊരു കൊളാബാണ് ആക്ച്വലി. പഴയറ മോഹൻ തിരുമേനിയും ഇതും അതുപോലെ തന്നെ ഗുരുവായൂർ മുകുന്ദം എന്ന് പറയുന്ന ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഈ പ്രോജക്റ്റ് തമ്മിലുള്ള ഒരു കൊളാബാണ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ വർഷം മാർച്ച് എൻഡിലാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏപ്രിലോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഏപ്രിൽ ഇത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഏറ്റവും ഗുരുവായൂരിൽ ഏറ്റവും തിരക്കുണ്ടാകുന്ന സമയമാണ്. ഈ തിരക്കിനെ മാനേജ് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ഞങ്ങൾ നേരിട്ട ക്രൈസിസ്. പഴയിടം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു വെജിറ്റേറിയൻ ബ്രാൻഡാണ്, സദ്യയുടെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ ആളുകൾ പഴയിടത്തിൻ്റെ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു മൂഡിൽ വരുമ്പോൾ ഈ വരുന്ന ആളുകളെ ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 250 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം നമ്മളിവിടെ 4 ഡൈനിങ് ഹാളുകളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും പലപ്പോഴും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ക്യൂ, ആളുകൾക്ക് കയറാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളത്, ഈ ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത്, സർവീസ് ആയിരുന്നു ഞങ്ങൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ. ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാഭം നിൽക്കുന്നത്, എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് അതിൻ്റെ ലാഭം നിൽക്കുന്നത് അതിൻ്റെ സ്റ്റോർ മാനേജ്മെൻറ്റിലാണ്. സ്റ്റോർ എങ്ങനെ നമ്മൾ ഏറ്റവും നന്നായി മാനേജ് ചെയ്യുന്നു, ഏറ്റവും പ്രൊഫഷണലായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് റെസ്റ്റോറൻറ്റിനകത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ സ്റ്റോർ മാനേജ് ചെയ്യാനായിട്ട് നമുക്കൊരു മെക്കാനിസം ആവശ്യമുണ്ടായിരുന്നു. കിച്ചൺ മാനേജ് ചെയ്യാനായിട്ട് നമുക്കൊരു മെക്കാനിസം ആവശ്യമുണ്ടായിരുന്നു. മോർ ദാൻ നമുക്ക് സർവീസ് പ്രോപ്പർ ആക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ആളുകൾ ഈ പ്രശ്നങ്ങളൊന്നും അറിയില്ല, ആളുകൾ സർവീസിനകത്ത് മാത്രമാണ് പ്രശ്നങ്ങളെ കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 പെയിൻ പോയിന്റ്സ്, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. എന്തുകൊണ്ടാണ് മാഷ് ഒരു കൺസൾട്ടിങ് അസൈൻമെന്റിലേക്ക് വരാമെന്ന് തീരുമാനിച്ചപ്പോൾ HSJB ബിസിനസ് സൊല്യൂഷൻസിനെ തന്നെ തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്തത്? നമ്മളൊരു റെസ്റ്റോറൻറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കടയോ അല്ലെങ്കിൽ ഒരു ഇവന്റ് ആയിക്കോട്ടെ, അത് പ്രൊഫഷണലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 100% റിസൾട്ട് ഉണ്ടാവുമെന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണമായിരുന്നു, എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണമായിരുന്നു, അതിലുപരി എനിക്കൊരു എക്സിക്യൂഷൻ പ്ലാൻ വേണമായിരുന്നു. നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുക ഏറ്റവും നല്ല ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ അന്വേഷണത്തിനൊടുവിൽ എനിക്ക് ചെന്നെത്തിയത് HSJBയിലേക്കാണ്. ഇനി HSJBയിലേക്ക് ഞാൻ എത്തിയതിൻ്റെ പിന്നിൽ ഒന്ന് HSJB മാനേജ് ചെയ്യുന്നതായിട്ടുള്ള പ്രൊഫഷണലിസം, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരൊരു കാര്യം ഒരു അസൈൻമെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടൈം ഫ്രെയിമിനകത്ത് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, അതെല്ലാം ഒരു ഭാഗത്ത്. അപ്പോൾ എനിക്ക് അവിടെ പരിചയമുള്ള 1-2 പേരാണ് ആക്ച്വലി ദീപേഷും അതുപോലെ തന്നെ എബിനും ഒക്കെ. അപ്പോൾ അവരിലേക്ക് കൂടി അവരോട് കൂടിയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കത് വളരെ കൺവിൻസിങ് ആയിരുന്നു. അവർ വെച്ച പ്ലാൻ എനിക്ക് വളരെ കൺവിൻസിങ് ആയിരുന്നു. മാത്രമല്ല എനിക്കത് അഫോർഡബിൾ ആയിരുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് പ്രയോറിറ്റൈസ് ചെയ്തത്. അതുകൂടി പറയാമല്ലോ. ഒരു കൺസൾട്ടിംഗ് കമ്പനി, ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ് തൊട്ട് ഒരുപാട് കൺസൾട്ടിംഗ് കമ്പനികളുണ്ട്, അവരെല്ലാം ചെയ്യുന്നത് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് തന്നെയാണ്. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആവുക എന്നുള്ളൊരു കാര്യം കൂടി. ഇതൊരു ബഡ്ജറ്റ് റെസ്റ്റോറൻ്റ് ആണ് ബേസിക്കലി. അപ്പോൾ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും HSJBക്ക് തരാൻ പറ്റും. അപ്പോൾ അത് വെച്ച് ഞാൻ 100% ആ ഒരു വഴി തിരഞ്ഞെടുത്തു. അതിനകത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നും പറയാനില്ല. ഒബിയസ്ലി അത് സംഭവിച്ചു, അത്രേ ഉള്ളൂ. മാഷ് നേരത്തെ പറയണ്ടേ, മാഷ് ഫേസ് ചെയ്തിരുന്ന ഒരു 3 മേജർ പെയിൻ പോയിന്റ്സ്, ബേസിക്കലി പറഞ്ഞത് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളത്, ഒരു സർവീസിന്റെ ഫാക്ടർ, കിച്ചൺ, അതോടൊപ്പം തന്നെ സ്റ്റോർ മാനേജ്മെന്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഒരു കൺസൾട്ടിങ്, HSJBയുടെ ഒരു കൺസൾട്ടിംഗ് ഉണ്ട്, ഈ പെയിൻ പോയിന്റ്സിൽ എന്ത് തരത്തിലുള്ള ഇമ്പാക്ട്? അത് ഞാൻ ആ പോയിന്റ് പറയുമ്പോൾ മനു, ഞാൻ അതിനൊരു ഫ്ലോ പറഞ്ഞിരുന്നു. സർവീസിലാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കണ്ടത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കിച്ചണെയാണ്. കിച്ചണിൽ നിന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോറിലേക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സർവീസിലെ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസിനെയാണ് എപ്പോഴും ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് HSJB വന്നപ്പോൾ എനിക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ തിരിച്ചറിഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കടക്കിൽ വളം വെക്കുക എന്ന് പറയും. ഭയങ്കര വേൾഡ് സിനാരിയോയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ കൺസൾട്ടിങ്ങിലേക്ക് വരണത്. മനസ്സിലായി. ഒരു കസ്റ്റമർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഓൺടർപ്രണർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ട്രസ്റ്റ് ഹിം. കൺസൾട്ടന്റിനെ വിശ്വസിക്കണം നമ്മൾ. അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടാവും നമുക്ക് അതിനകത്ത്. നമ്മൾ ചെയ്യുന്ന ഒരു അമേച്ചർ ആയിട്ടുള്ള സിസ്റ്റം ഇവിടെ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കല്ല, നമ്മുടെ ടീമിന് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ മാറ്റിയെടുത്ത് ഇപ്പൊ എല്ലാവരും ഓക്കെയാണ്. അപ്പം പക്ഷേ നമ്മള് ധാരാളം ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, ധാരാളം ബിസിനസ്സുകാരുണ്ട്, ഈ പറഞ്ഞ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ലാതെ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓൺട്രപ്രണേഴ്സിന് മാഷിന്റെ ഒരു ഹെഡ്സപ്പ് എന്തായിരിക്കും? അതോടൊപ്പം തന്നെ അതിലേക്ക് HSJB ബിസിനസ് സൊല്യൂഷനെ മാഷ് റെഫർ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഒന്നാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. അതായത് വളരെ അമേച്ചറായിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിന് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ് എന്താണെന്ന്, 100% അത് എൻ്റെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡാണ്. അത് എന്തൊരു കാര്യം ചെയ്യുവാണെങ്കിലും, ഒരു ചെറിയ ഇവന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വളരെ ചെറിയൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, അതിനെ
പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുക എന്നുള്ളത് അത് എൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. കാരണം ഞാനത് നമ്മൾ ഈ ഞങ്ങളുടെ നാടൻ ഭാഷയിലൊക്കെ പറയും വെക്കണ അരി കൊടുത്ത് പഠിച്ച പഠിപ്പാന്ന് പറയും. നിങ്ങൾ അമേച്ചറായിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്കൊരല്പം സമാധാനവും സ്വസ്ഥതയും മനസ്സിനൊരു സുഖവും ഒക്കെ കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് എവിടേക്കെങ്കിലും സമാധാനത്തോടു കൂടി ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്ട് ഓഫ് അതർ പീപ്പിൾ, അതാണ് മാനേജ്മെന്റ്. അല്ലെങ്കിൽ എന്ത് മാനേജ്മെന്റ്, ഞാൻ തന്നെ പണിയെടുക്കുന്നത്, ഞാൻ തന്നെ പൈസ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു മാനേജ്മെന്റ് അല്ലല്ലോ. അത് നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ 100% നിങ്ങളത് പ്രൊഫഷണൽ ആക്കണം. രണ്ടാമത്തേത്, എന്തുകൊണ്ട് HSJB എന്ന ചോദ്യത്തിന് ഉത്തരം, അത് നമ്മുടെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കൺവിൻസിങ് ആണ്. ഞാൻ കൊടുത്തൊരു ടാസ്ക് വളരെ കൃത്യമായിട്ട് അവർ ചെയ്തു തന്നു. കൺസൾട്ടിങ് എല്ലാം പെർഫെക്റ്റ് ആണ്. വന്നു, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട കൺസൾട്ടൻസിനെ അതിന് ടാസ്ക് ഏൽപ്പിച്ചു. സുകേഷ് വളരെ രസകരമായിട്ട് വന്നു ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്, നമ്മുടെ ത്രെറ്റ് എന്താണെന്നുള്ളത് നമ്മളെ കൺവിൻസ് ചെയ്ത് തരിക എന്നുള്ളത് ഒരു ഭയങ്കര പാടാണ്. ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ഓണ്ടർപ്രണർഷിപ്പിൽ വന്നതാണ്. ഇപ്പം എനിക്ക് ഏകദേശം 45 വയസ്സ് കഴിഞ്ഞു, 46ാമത്തെ വയസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്തിനകത്താണ് ഞാൻ എൻ്റെ സബ്ജക്ട് കൊമേഴ്സാണ്. ഞാൻ കുട്ടികളെ മാനേജ്മെന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹെൻറി ഫയോളിനെയും FW ടൈലറിനെയൊക്കെ പഠിപ്പിക്കുമ്പോഴും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ അപ്പോഴൊന്നും ശ്രമിച്ചിട്ടില്ല. ആക്ച്വലി ഒരു കൺസൾട്ടന്റ് വരുമ്പോഴാണ് നമ്മൾ ഇത് ഇങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇവിടുത്തെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്ക് രമേഷിനെ, പ്രവീണിനെ, എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ, ഇവരെയൊക്കെ കൺവിൻസ് ചെയ്ത് പോകണം. അതർ സൈഡ് പഴയട മോഹൻ തിരുമേനി, യദു, അപ്പൊ ആ ഒരു ഗ്രൂപ്പും ഇത് കൺവിൻസ്ഡ് ആവണം. പിന്നെ എൻ്റെ സ്റ്റാഫ് ഇതെല്ലാം ഇതിനോട് അഡ്ജസ്റ്റ് ആവണം. അപ്പൊ ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. പക്ഷെ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു തന്നത് HSJB ആണ്. അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മാനേജ് ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് എടുക്കാനും പറ്റി. സോ ഞാൻ ആ കാര്യത്തിൽ HSJBനെ ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഒരുപാട് കൺസൾട്ടൻസിനെ, ഞാൻ പല കൺസൾട്ടിങ് കമ്പനികളെ മാറി പരീക്ഷിച്ചിട്ടൊന്നും അല്ല നിങ്ങളിൽ എത്തിയത്. പക്ഷെ നിങ്ങൾ എനിക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു. നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൺസൾട്ടിങ് കമ്പനി. മനസ്സിലായി. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ മൊത്തത്തിൽ സംസാരിച്ചു. ഇനി വേണുമാഷിന് എന്താണ് മറ്റു കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? 100% എനിക്ക് സീരിയസ്ലി പറയാനുള്ള ഒരു അഡ്വൈസ്, നിങ്ങളൊരു ചെറിയ കോഫി ഷോപ്പ്, ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ചെറിയൊരു ഫുഡ് വാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും 100% പ്രൊഫഷണൽ ആയിട്ട് ഒരു കൺസൾട്ടന്റിനെ നിങ്ങൾ 100% ട്രസ്റ്റ് ചെയ്യുക. അവരിൽ നിന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഐഡിയ എടുക്കുക. സിസ്റ്റം ഉണ്ടെങ്കിൽ, പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ, 100% അവിടെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ, ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, അതിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, എക്സിക്യൂഷൻ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടീം, ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ, ഒരു ഫുഡ് ട്രക്ക് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ നിങ്ങളൊരു 100 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 500 ഫുഡ് ട്രക്കിന്റെ ഓണറായിട്ട് നിങ്ങൾ മാറും. ദെൻ സ്കൈ ഈസ് യുവർ ലിമിറ്റ്. അപ്പം വേണുമാഷെ, കാരണം എനിക്കിപ്പോൾ അറിയാം എത്രമാത്രം തിരക്കിൽ നിന്നാണ് വേണുമാഷ് ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത്. അതിപ്പം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.